ഹായ് കൂട്ടുകാരെ, ഞാൻ ഇപ്പോൾ വന്നത് ഈ വീഡിയോയുമായി വന്നത് എനിക്ക് പരിചയത്തിലുള്ളൊരു ചേച്ചി, പരിചയമൊന്നും പറയുന്നില്ല, ഞാൻ ആദ്യമായിട്ട് കണ്ട ചേച്ചിയാണ്. ചേച്ചിക്ക് ഒറ്റപ്പെട്ടാണ് ചേച്ചി ജീവിക്കുന്നത്. ചേച്ചിയുടെ പ്രയാസങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ ഈ ചാനലിൽ എൻ്റെ ദുഃഖം അറിയിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം, ഷെയർ ചെയ്യണം. ഞാൻ പറയട്ടെ, ഞാൻ 15 വയസ്സ് തൊട്ട് ഞാൻ വീട്ടു ജോലിക്ക് നിൽക്കുകയാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞു. ഞാൻ 4 വർഷമായി. ഭർത്താവ് മരിച്ചു, നമുക്ക് മക്കളില്ല. ഞാനിപ്പോൾ സഹോദരങ്ങൾക്കൊന്നും എന്നെ സഹായിക്കാനുള്ള സാമ്പത്തികം അവർക്കില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു 2500 രൂപയ്ക്ക് ഒരു ചെറിയ സീറ്റിട്ട വീട്ടിൽ ഒരു കുഞ്ഞു റൂം, ഒരു ചെറിയ റൂമിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എനിക്ക് വാടക കൊടുക്കാനോ ഒന്നിനും നിവർത്തിയില്ല. ഭർത്താവ് മരിക്കുന്ന മുമ്പേ എനിക്ക് ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു. അത് 4 വർഷം കൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ആ പൈസ ഉണ്ടായിരുന്നുകൊണ്ട് ആ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു സാമ്പത്തികമായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റെ അവസ്ഥ പറയുന്നത്. എനിക്കിപ്പം ചിലവിനും ഇല്ല. പിന്നെ എൻ്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞ് കമ്പി കിടക്കണം. ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. കാല് വെച്ചുകൊണ്ട് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. കാല് നീരും ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് എനിക്ക് അതിനൊന്നും ഇപ്പം ജോലിക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. സാമ്പത്തികമായിട്ട് എനിക്ക് വേറെ ഒരു ഇതുമില്ല. 1300 രൂപ പെൻഷൻ മാത്രമേ എനിക്ക് ഗവൺമെൻറ് തരുന്നുള്ളൂ. ഞാൻ ഒരുപാട് മന്ത്രിമാരെ, MLA, മേയറെയൊക്കെ ഞാൻ പോയി കണ്ട് എൻ്റെ കാര്യങ്ങളും അവസ്ഥകളെല്ലാം ഞാൻ അവരെയൊക്കെ കണ്ട് പറഞ്ഞതായിരുന്നു. മന്ത്രിമാരൊക്കെ എന്നോട് സഹായിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്കൊന്നും സഹായിച്ചില്ല. ഞാൻ എൻ്റെ അവസ്ഥ പറയാനായിട്ട് ഞാൻ മുഖ്യമന്ത്രി സാറ് നന്തങ്ങോട് വഴി വന്നപ്പം ഞാൻ പല പ്രാവശ്യവും കൈ കാണിച്ചിട്ടുണ്ട്. സാറിനെ കാണാൻ കിൾപ്പോസിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ട് പോലീസ് എന്നെ കയറ്റി വിട്ടിട്ടില്ല. അവരെന്നെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ സാറിനെ കാണണം. എനിക്കിത്തിരി എൻ്റെ അവസ്ഥയും കാര്യങ്ങളും പറയണം. ഞാൻ വേറെ മന്ത്രിമാരെ പോയി കണ്ട് അവരൊക്കെ എന്നോട് നല്ല രീതിയിൽ പെരുമാറി. ഞാൻ വീണ ജോർജ് മാഡത്തിനെയും കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. മാഡം എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത്. പക്ഷെ എനിക്ക് സഹായമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വളരെ ഞാൻ മീനും ഇതൊക്കെ കഴിച്ചിട്ട് വർഷങ്ങളായി. എനിക്ക് കഴിക്കാൻ കൊതിയുണ്ട്. എനിക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. അത്ര വളരെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് ആഹാരമൊക്കെ ഓരോ വീടുകളിൽ നിന്ന്, ഹോട്ടലിൽ നിന്നൊക്കെ എനിക്ക് പൈസ കുറച്ചാണ് എനിക്ക് ആഹാരമൊക്കെ തരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പം ജീവിക്കുന്നത്. ഞാൻ കോട്ടയം അച്ചായൻസിൻ്റെ നമ്പർ ഒന്ന് കിട്ടാൻ ഒരുപാട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. സാറിൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണും. ബോബി ചെമ്മണ്ണൂർ സാറിനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഓഫീസിലൊക്കെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അവസ്ഥയൊക്കെ അവിടുത്തെ മാനേജരോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നെ ആരും വിളിച്ചില്ല, എന്നെ സഹായിച്ചില്ല. സാറിനെ ഒന്ന് കാണണം. എനിക്ക് സാറിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. സാറിന് എന്നെ സഹായിക്കണമെന്ന് പറയാനായിട്ട് അവരെ അച്ചായൻസിനെ ഒന്ന് എനിക്ക് കാണാൻ വലിയ ഇതുണ്ട്. ആ സാറിൻ്റെ നമ്പർ, മെസ്സേജ് എനിക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്ന്. ഒന്ന് സഹായിക്കാൻ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രി സാറിൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഞാൻ പോലീസിനോട് ചോദിച്ച് ഞാൻ എടുത്ത് ചാടട്ടെ സാറേ എൻ്റെ അവസ്ഥ ഒന്ന് പറയാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞ് ചാടിയാൽ നിങ്ങളെ നമ്മൾ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ്. സാറ് ദൂരം നിന്ന് വരുമ്പോഴൊക്കെ ഞാൻ നിന്ന് കൈ കാണിച്ചിട്ടുണ്ട്. സാറ് അതിനകത്തിരുന്ന് എന്നെ കണ്ട് കാണുമായിരിക്കും. നിവൃത്തിയില്ലാതെ എനിക്ക് സംസാരിക്കണം മുഖ്യമന്ത്രി സാറിനോട്. സംസാരിക്കാൻ വേണ്ടി എൻ്റെ അവസ്ഥകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ആരുമില്ല. അയൽവക്കക്കാരാണെങ്കിൽ എന്നെ ഭയങ്കര ശല്യം ചെയ്ത് അത് കേസായി. എന്നോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അവരോടൊന്ന് ഒറ്റപ്പെട്ടവരുടെ ജീവിതം നമ്മളെ മുഖ്യമന്ത്രി സാറെല്ലാം മനസ്സിലാക്കണം. സർക്കാർ അതിന് വേണ്ടി ഒരിത് ചെയ്യണം. ഒറ്റപ്പെട്ടവർ വേണ്ടി അവർ കിടന്ന് അനുഭവിക്കുന്നതും ആരുമില്ല സാർ. എന്തെന്ന് ചോദിക്കാൻ ആരുമില്ല. വീട് കയറി അടിച്ചാലും എന്ത് ചെയ്താലും വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവർ മാറാൻ പറയുമ്പോൾ മാറാൻ പറ്റുന്നില്ല. വാടക കൊടുക്കാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചാനലിൽ വന്ന് ഇതൊക്കെ പറയുന്നത്. എൻ്റെ കാര്യം എനിക്ക് എന്തെന്ന് ചോദിക്കാൻ. ഒരുപാട് അസുഖങ്ങൾ, നട്ടെല്ല് വേദന ഉണ്ട്, കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് കമ്പി കിടക്കുന്നു, ഹാർട്ടിന് കുഴപ്പമുണ്ട്. എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല. എന്നെ ഇതുവരെ ആരും സഹായിച്ചിട്ടില്ല.
ഇത് കണ്ട് ഷെയർ ചെയ്ത് എല്ലാവരുടെ അടുത്തും എത്തിക്കണം. നിങ്ങൾ മന്ത്രിമാരുടെ അടുത്തൊക്കെ എത്തിക്കണം. എൻ്റെ സങ്കടം കേൾക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ഇത് കേൾക്കണം. എനിക്ക് കയറി കിടക്കാൻ എവിടെയെങ്കിലും ഒരു ചെറിയ റൂമും ഒരു കുഞ്ഞടുക്കളയും ഒരുക്കി തന്നാൽ എനിക്ക് വാടക കൊടുക്കാതെ എനിക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം. ഞാനും എൻ്റെ ഭർത്താവും 6 വർഷമായി വീടിന് ലൈഫിൽ എഴുതി കൊടുത്തിട്ട്, അപ്പോൾ അവർ പറയുന്നത് ഒറ്റയ്ക്ക് തരത്തില്ല എന്നാണ്. ഭർത്താവ് മരിച്ചപ്പോഴേ അവർ പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക്, ഞാൻ ഒരുപാട് പേരെ പോയി കണ്ടപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോന്നിട്ട് എനിക്ക് പൈസ എത്തിപ്പുല ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതുവരെ ആരോടും സാമ്പത്തിക സഹായത്തിന് ഞാൻ ആരോടും പോയിട്ടില്ല. ഇപ്പം തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് വളരെ ബുദ്ധിമുട്ടിൽ എനിക്ക് വാടകയൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഈ ചാനലിൽ കൊടുക്കാൻ കാര്യം. ഇത് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് നമ്മളെ സിനിമാക്കാരെയൊക്കെ മമ്മൂട്ടി സാറ് മോഹൻലാൽ സാറിനെയൊക്കെ നിങ്ങൾ അറിയിക്കണം. നമ്മളൊക്കെ അപ്പോൾ അവരുടെ സിനിമയൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അവരോടെല്ലാം അവരെ അറിയിച്ച് അവരെല്ലാം ഇത് കാണണം. സിനിമാക്കാരൊക്കെ ഇത് കണ്ട് എന്നെ സഹായിക്കാൻ പറയണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. സാമ്പത്തികമായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടിൽ ഞാൻ നിങ്ങളോടൊക്കെ യാചിക്കുകയാണ്. സഹായിക്കണം നിങ്ങളെല്ലാവരും. എനിക്ക് ഞാൻ എന്താ പറയുക, അത്രയ്ക്ക് ഒറ്റപ്പെട്ടവരുടെ ജീവിതം ഒറ്റപ്പെട്ടവരുടെ അടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മറ്റുള്ള പൈസക്കാരോ വലിയ ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാകത്തില്ല. ബോബി ചെമ്മൻ സാറ് അച്ചായൻ സാറിൻ്റെ അടുത്തൊക്കെ ഇത് ഷെയർ ചെയ്ത് അവരൊക്കെ ഇത് കണ്ട് എന്നെ അവർ സഹായിക്കണം. നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ഷെയർ ചെയ്താലേ എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടത്തുള്ളൂ. വളരെ ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഒറ്റപ്പെട്ടവരുടെ ജീവിതം വളരെ കഷ്ടമാണ്. ടെൻഷൻ അടിച്ച ഓരോ ദിവസവും ഞാൻ ജീവിക്കുന്നത്. സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തും സഹായം ചോദിച്ച്, സാറിൻ്റെ വീട്ടിൽ ശാസ്തമംഗലത്തിൽ ഞാൻ പോയിട്ടുണ്ട് സഹായം ചോദിച്ച്. അപ്പോൾ സാറ് കോടീശ്വരം പരിപാടിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി സാറ് അവരെയൊക്കെ സഹായിച്ചത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറ് എവിടെ അമ്പലത്തിലൊക്കെ വരുമ്പോൾ, ശാസ്തമംഗലത്തെ കോവിലൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ എത്തുമ്പം സാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ഓഫീസിൽ ഞാൻ വിളിച്ച് എൻ്റെ സങ്കടങ്ങൾ അവിടെയുള്ള മാനേജറെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് ഇപ്പോൾ സാറ് സഹായിക്കണമെന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ BJPയുടെ ഓഫീസിൽ ശാസ്തമംഗലത്തിലും പോയിട്ടുണ്ട്. അവിടെയും ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? സുരേഷ് ഗോപി സാറ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടല്ലേ. അതിൽ എന്നെ സാറ് ഇതൊന്ന് അറിയിക്കണം. സാറും കൂടി എന്നെ സഹായിച്ചാലേ വലിയ ഉപകാരമായിരുന്നു. സാറ് സഹായിക്കണം. സാറിനെ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സാറും സഹായിക്കുമോ? അത് എല്ലാവരും നിങ്ങൾ അറിയിക്കണം.